മാഡം ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടികൾ? അടുത്തത് പോസ്റ്റ്മോർട്ടം. അതെ, കൊലപാതകമാണോ അതോ അത് അറിയില്ല, നമുക്ക് തീരുമാനിക്കാൻ സമയമായിട്ടില്ല. ഈ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ തന്നെയായിരുന്നു ആയിരുന്നു കുഴിച്ചിട്ട നിലയിൽ തന്നെ. ഈ പ്രതി കാണിച്ചത് ഇയാൾ കസ്റ്റഡിയിലുള്ള ഇയാൾ തന്നെ കാണിച്ചു അതെ തരികയായിരുന്നു. അതെ, അയാൾ തന്നെ കാണിച്ചു. ഈ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ഇത് ഒരുപാട് ദിവസമായോ മാഡം? ഇത് എങ്ങനെയായിരുന്നു ഈ സംഭവം കണ്ടെത്തിയത്? അതെ, നമ്മളുടെ ഒരു അസംഷനിൽ ഒരു മോർ ദാൻ 2 days എന്തായാലും ആയിട്ടുണ്ട്. അതിപ്പോൾ വിശദീകരിക്കുന്നത് ഞങ്ങൾ പ്രസ് നോട്ടായിട്ട് തരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെ ഈ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരിക്കും എങ്ങനെയാണ്? അതെ അതെ അതെ. ആരെങ്കിലും അറസ്റ്റിലായിട്ടുണ്ടോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. കസ്റ്റഡിയാണ്. അതെ അതെ. ഇത് കൊലപാതകമാണോ അതോ അങ്ങനെ എന്തെങ്കിലും? കൊലപാതകമാണോ അല്ലേ എന്നുള്ളത് നമുക്കത് പരിശോധിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ്. 2 പേരോളം. അതെ. പെൺകുട്ടി സർവൈലൻസിലാണ്. ഈ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും. അതെ അതെ, കൊണ്ടുപോകും. പ്രതി കാണിച്ചു തന്ന സ്ഥലത്ത് തന്നെയായിരുന്നു മൃതദേഹം ഉണ്ടായത്. അതെ അതെ. എത്ര പേര് ഇൻവോൾവ് ആണ്? ഈ പ്രതിയും ഈ കസ്റ്റഡിയിലുള്ള 2 പേർക്ക് മാത്രമാണോ? ഈ പെൺകുട്ടി 3 പേര് മാത്രമാണോ? സോഫാർ അത്രയും നമുക്ക് നമ്മുടെ ഫൈൻഡിങ്സ് അതാണ്. ഇല്ല എന്നാണ് അവരിപ്പോഴും പറയുന്നത്. അത് സത്യമാണെന്ന് തന്നെ സോഫാർ നമുക്ക് അതിൻ്റെ സംശയിക്കേണ്ട കാര്യം തോന്നിയിട്ടില്ല. അത് ഇൻവെസ്റ്റിഗേഷൻ വേറെ വരുമോ എന്നുള്ളത് അറിയില്ല. ഇവർ തമ്മിൽ എങ്ങനെയായിരുന്നു പരിചയം എന്നുള്ളത് ഈ പെൺകുട്ടി പറയുക? ഇല്ല, അതിപ്പം അത് റെലവൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് തോന്നുന്നു. 7-ാം തീയതിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 6th ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ.